കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. SP മുഹമ്മദ് റഫീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റിമാൻഡിലുള്ള പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും. കേസന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, മാർച്ച് ഇപ്പോഴും നടക്കുകയാണോ? വിവരങ്ങൾ. ധന്യ, മാർച്ച് ഇപ്പോൾ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഡീൻ കുര്യാക്കോസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് മാർച്ച് ആരംഭിച്ചത്. 100-ൽ താഴെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണുള്ളത്. ഇത് SP ഓഫീസിലേക്കായിരുന്നു മാർച്ച്. വൻ പോലീസ് സന്നാഹം തന്നെ ഇത് നേരിടാൻ സജ്ജമായിട്ടുണ്ട്. തന്നെ ജലപീരങ്കിയും ഗ്രനേഡ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി തന്നെയാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവിടെ ASP, അതായത് കാസർഗോഡ് ASP ശില്പ ദേവായയുടെ നേതൃത്വത്തിൽ ആണ് വൻ പോലീസ് സന്നാഹം സ്ഥലത്തുള്ളത്. ഇപ്പോൾ ചില ബാരിക്കേഡ് തകർത്ത് അകത്ത് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഇത് ശക്തമായി തടയുകയാണ്. രണ്ട് ഭാഗത്തും, അതായത് SP ഓഫീസിലേക്ക് വരുന്ന രണ്ട് ഭാഗത്തും ബാരിക്കേഡ് വെച്ച് അടച്ചിരിക്കുകയാണ്. പ്രവർത്തകർക്ക് ഒരു കാരണവശാലും അകത്തേക്ക് വരാൻ പറ്റിയ ഒരു സാഹചര്യമല്ല ഉള്ളത്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ മറ്റൊരു കാര്യം, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തു. മലപ്പുറത്തുള്ള ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ച് ഹൊസൂർഗ് കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് അറിയുന്നത്. രണ്ട് പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇത് കൂടാതെ ഈ 2 പേരിൽ ഒന്ന് പീതാംബരനാണ്. മറ്റ് 5 പേർ റിമാൻഡിൽ കഴിയുകയാണ്. അവരെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാലേ മറ്റുള്ള പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുള്ളൂ. സംഭവത്തിൽ 40ഓളം പ്രതികൾക്ക് പങ്കുണ്ടെന്നാണ് അറിയുന്നത്. നേരിട്ട് പങ്കെടുത്ത 7 പേര് കൂടാതെ ഇവർക്ക് മറ്റുള്ള സഹായങ്ങൾ ചെയ്ത കുറച്ച് പേരുണ്ട്. അത് ഏകദേശം 33ഓളം പേര് ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത്രയും ആളുകൾക്ക് ഏകദേശം 40ഓളം പേർ ഇൻവോൾവഡ് ആയ കേസാണെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ അറിയണമെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയാൽ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. BJPയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. CBI അന്വേഷണമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസും CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മാർച്ച് നടത്തിയത്. ധന്യ. ശരി വിനേഷ്. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. കേസ് അന്വേഷണം അട്ടിമറിക്കുന്നെന്ന് ആരോപിച്ച് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് സംസാരിക്കുകയാണ്. വിനേഷാണ് വിവരങ്ങൾ നൽകിയത്.